ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മളിന്നൊരു പുതിയൊരു സംഭവമായിട്ട് വന്നേക്കുന്നത് ചേന കൊണ്ടുള്ളൊരു സാധനമാണ്. എന്ന് വെച്ചാൽ ചേനപ്പായസം. ഇപ്പോൾ നമ്മൾ പലതരം പായസങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്, ചിലപ്പോൾ കഴിച്ചിട്ടുമുണ്ടാകാം. പക്ഷേ ഇതൊരു വ്യത്യാസമായിട്ടുള്ളൊരു പായസമാണ്. ഇത് പറയുമ്പോൾ ചിലർ ചിന്തിക്കും ഇത് എങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. പക്ഷേ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കോൺ ഒന്ന് എനേബിൾ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. അപ്പോൾ നമ്മളിനി താമസിക്കുന്നില്ല, വേഗം ഒന്ന് പോവാം. അപ്പോൾ നമ്മൾ ചേനപ്പായസം ഉണ്ടാക്കാൻ പോവാണ്. നമ്മളപ്പോൾ ചേനപ്പായസത്തിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്, ചേന എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു കഷ്ണത്തിന് പല പീസുകളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 20-25 പീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിനാണ് എടുത്തേക്കുന്നത്. നമുക്കിനി കുക്കറിനകത്തിട്ട് ഒന്ന് വേവിക്കണം. ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയേ. ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഇങ്ങനെ അടച്ചു വെച്ച് നമുക്കൊന്ന് നല്ലോണം വേവിക്കാമേ. എന്നിട്ട് നല്ലോണം വേവിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ വേവിച്ചിട്ട് മിക്സിക്കകത്ത് വെച്ചൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ അടിച്ചെടുക്കണമേ. നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കണം. വെള്ളം ചേർക്കണ്ട കേട്ടോ. നമ്മൾ പിന്നെ ചേന തിളപ്പിച്ച വെള്ളവും ഇതിനകത്ത് ചേർക്കുന്നില്ല, അത് കളയുകയാണ്. ഈ ചേന കഷ്ണങ്ങൾ മാത്രം ഇട്ട് നമ്മൾ അടിച്ചെടുക്കുന്നതാണ്. അടുത്ത് നമ്മൾ ഒരു ശകലം തേങ്ങ, ഒരു വലിയ തേങ്ങ നമ്മൾ ചിരകി എടുത്തതാണ്. പിന്നെ ഈ ചവ്വരി, ഒരു 50 ഗ്രാം ചവ്വരി വരും. ഒരു 1/2 കിലോയ്ക്ക് ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഏലക്ക, ചുക്ക് പൊടിച്ചത്, പിന്നെ ശകലം തേങ്ങ അരിഞ്ഞത്, പിന്നെ ജീരകത്തിൻ്റെ പൊടിയാണത്. പിന്നെ ഇതിന് ആവശ്യമുള്ളതാണ് ഇത്രയും. നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കി എടുത്തുകൊണ്ട് വരാമേ. പിന്നെ ഈ തേങ്ങ നമുക്കൊന്ന് പാലാക്കി എടുക്കണം. പിന്നെ ചൂടുവെള്ളം ഒഴിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പാലാക്കി എടുക്കാൻ പറ്റും. 1-ാം പാലും 2-ാം പാലും 3-ാം പാല് എടുക്കേണ്ടിയുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാമേ. പിന്നെ അടുപ്പത്ത് നമ്മളിപ്പോൾ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അപ്പം ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് നെയ്യും ചൂടായി തുടങ്ങി. അപ്പോൾ നമ്മൾ ആ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാമേ. ശകലം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ആദ്യമേ എടുത്ത് ഒഴിക്കല്ല, ആദ്യമേ ശകലം ഒഴിച്ച് കൊടുത്തിട്ട് വേണം പിന്നെ ഒഴിക്കാൻ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. നമ്മൾ ഇതിനകത്തോട്ട് വേവിച്ചരച്ചെടുത്ത ചേന ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ മെഷർമെൻറ്റ് കപ്പ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 2 കപ്പിന് അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് വെള്ളം ഒഴിക്കാതെ അടിച്ചെടുത്ത ചേനയാണ് കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ പാനിക്കകത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ പച്ച മണമൊക്കെ മാറുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതൊന്ന് കുറുകി വരണം, വരണ്ട് കുറുകി വരണം. അപ്പോൾ ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ വേവിച്ച് വെച്ചേക്കുന്ന ചവ്വരി ഒന്നിട്ട് കൊടുക്കണേ. ചവ്വരി നമ്മളൊരു ശകലം എടുത്തിട്ടുള്ളൂ. ആവശ്യത്തിനുള്ള ചവ്വരിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. നല്ലോണം ഇളക്കി കൊടുക്കണം. അത് പിന്നെ നമ്മൾ ഇനി ഇച്ചിരി ഏലക്ക, ചുക്ക്, ജീരകം ഒക്കെ പൊടിച്ചെടുത്തതാണ്.
ശകലം പഞ്ചസാരയും കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. കാരണം പഞ്ചസാര അതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. നമുക്കത് ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഏലക്ക പൊടിച്ചതൊക്കെ ഇട്ടപ്പോൾ തന്നെ നല്ല മണം അതിൻ്റെ അടിക്കുന്നത്. നമ്മളിപ്പോൾ ഈ പൗഡറും പിന്നെ ചവ്വരിയൊക്കെ ഇട്ട് കൊടുത്തപ്പം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ 2ാം പാലും 3ാം പാലും ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്നിച്ചൊഴിച്ചു കൊടുക്കുക. 2ാം പാലും 3ാം പാലും ഒന്നിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ മെഷർമെൻറ്റ് കപ്പിൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 5 കപ്പോളം ഉണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ. ഇത് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇതൊന്ന് നല്ലോണം തിളച്ചൊന്ന് കുറുകി വരണം. കുറുകി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ അങ്ങ് മാറും കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഇപ്പം തന്നെ അത് ഏകദേശം കുറുകി വന്നു. ഇനിയിപ്പോൾ നമുക്ക് 1ാം പാല് ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ഒഴിച്ച് അധികം തിളയ്ക്കണ്ട കേട്ടോ. തിളയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് നല്ലോണം ഇളക്കിയിട്ടൊന്ന് എടുത്താൽ മതി. നല്ലവണ്ണം ഒന്ന് ഇളക്കി പരുവാക്കിയതിന് ശേഷം നമുക്കൊന്ന് ഓഫ് ചെയ്താൽ മതി. ഇത് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. തിളയ്ക്കുന്നതിന് മുമ്പ് എടുക്കണം. അപ്പോൾ അത് വാങ്ങി വെച്ചു. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഒരു പാൻ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. ഇതെന്തിനാന്ന് വെച്ചാൽ ആ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാനാണ്. തേങ്ങ അണ്ടിപ്പരിപ്പ് ഒക്കെ ഒന്ന് വറുത്തെടുക്കാനാണ്. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്ക് തേങ്ങ എന്നിട്ട് കൊടുക്കാമേ. ഒന്ന് ആ കളർ മാറി വരുന്ന ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്കത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് പായസത്തിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ആ ബാക്കി എണ്ണയിൽ നമുക്ക് അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കണേ. ബാക്കി എണ്ണ കളയല്ലേ. അതിനകത്തോട്ട് നമ്മൾ ഈ അണ്ടിപ്പരിപ്പൊന്ന് ഈ കശുവണ്ടി നമ്മളൊന്ന് വറുത്തെടുക്കുകയാണ്. നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ പായസമാണ് കേട്ടോ. ആ പായസത്തിന് തന്നെ പ്രത്യേക ഒരു മണമുണ്ട്. നമ്മളെ കശുവണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ. ഒന്നാന്തരം പായസമാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇല്ലേ. കാണുമ്പോൾ തന്നെ അറിയാം ഇത് നല്ല രസമായിരിക്കും ഇത്. നമുക്കിനി ഇതൊന്ന് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാമേ. അപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് ഞാൻ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം പറയുന്നതല്ല, ശരിക്കും പറയുകയാണ്. നല്ല ടേസ്റ്റ്, നല്ല മധുരം. നമ്മൾ സാധാരണ ഇപ്പം അടപ്രഥമൻ കുടിക്കുന്ന പോലോ സേമിയ പായസം കുടിക്കുന്ന പോലോ ഒന്നുമല്ല. പ്രത്യേക ടേസ്റ്റാണ്, നല്ല ടേസ്റ്റുണ്ട്. ആവശ്യത്തിന് മധുരം നമ്മളിതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ. ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. മറക്കാതെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഇപ്പോൾ മാക്സിമം എല്ലാവരും വീടുകളിൽ തന്നെ ഇരിക്കുകയല്ലേ, അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഉറപ്പായിട്ടും ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ, എനിക്കൂടെ അറിയാമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
ആ സബ്സ്ക്രൈബ് ബട്ടൺ മറക്കാതെ ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെല്ലൈക്കോൺ ഒന്ന് എനേബിൾ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. എന്നാൽ പിന്നെ ശരി, ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.